നമസ്കാരം. മുൻകുഞ്ഞാവയുടെ അനാഥത്വം തുടരുകയാണ്. ഇതിനൊരു അവസാനമില്ലേ? കാറിലും ഇത്തപ്പ ശിവൻകുട്ടിയണ്ണൻ തുറന്ന ജീപ്പിൽ ആളുകൾക്ക് നേരെ കൈവീശി പോകുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിക്ക് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ജയ് ജയ് വിളിക്കാൻ മുൻകുഞ്ഞാവയുണ്ടായിരുന്നു. ശിവൻകുട്ടിയണ്ണൻ എന്നല്ല, ഒരുത്തരും മൈൻഡ് ചെയ്തില്ല. വീണ്ടും തേയുകയാണ്. പാവം വലിഞ്ഞു കയറി ചെന്നതിൻ്റെ എന്തെങ്കിലും അഹങ്കാരം മുഖത്തുണ്ടോ? മുഖത്ത് വാരി പൂശിയിരുന്ന ആ അഹങ്കാരത്തിൻ്റെ പുട്ടിയൊക്കെ ഒലിച്ചു പോയോ കുഞ്ഞാവേ? ഡേടേ മുൻമേയറാടേ, എന്തെങ്കിലും ഒരു വില ഒന്ന് നോക്കടേ. ആരെങ്കിലും ഒന്ന് സൈഡ് തിരിഞ്ഞ് നോക്കുകയെങ്കിലും ചെയ്യടേ. അവൻ ശിവൻകുട്ടിയുടെ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനാണേലും ഒരു 500 വോട്ട് ഈ ഒരു വരവോടെ പോയി കിട്ടുമെന്ന. വല്ലതും പറയാനൊക്കുവോ? കുറെ ന്യായീകരിച്ചതല്ലേ. ആര്യ ചേച്ചിയെ, ഇപ്പൊ ബസ്സൊന്നും തടയണ്ടേ? ജീപ്പിന് പുറകെ ഇങ്ങനെ വട്ടമിട്ട് പറക്കാതെ ഏതെങ്കിലും ബസ് തടയാൻ നോക്ക്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണ്ടേ? 5ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് നേരെ IAS കയറണ്ടേ? നമ്മുടെ മുഖ്യ മാൻഡ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാവയാണ് അടുത്ത മാൻഡ്രേക്കെന്നാ. ജൂനിയർ മാൻഡ്രേക്ക് കുഞ്ഞാവയാണെന്നാണ് നാട്ടിലെ ഒരു സംസാരം. ശിവൻകുട്ടിയെണ്ണം പൊട്ടുന്നതോടുകൂടി ആ കാര്യം ഇവിടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടും. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയണോ, ആൾക്കൂട്ടത്തിൽ ആളറിയാതെ എന്ന് പറയണോ, ആൾക്കൂട്ടത്തിൽ അലമുറയിട്ടെന്ന് പറയണോ, എന്തിന് പറയണമെന്നറിയില്ല. എന്ത് അടിക്കുറിപ്പ് ഈ രംഗത്തിന് കൊടുക്കണമെന്നറിയില്ല ചേച്ചി. ആ കണ്ണാടി വെച്ചതിൻ്റെ മുൻതൂക്കമെങ്കിലും ആരെങ്കിലും കൊടുക്കണേ. മുന്നോട്ട് ആരെങ്കിലും ഒന്ന് കയറ്റി വിടണേ. പണ്ട് കുറെ ഷോ നടത്തിയതാ, നിങ്ങൾക്കാർക്കും ആളെ മനസ്സിലാകുന്നില്ലേ? എന്തൊരു കഷ്ടമായിരിക്കും ചേച്ചി. ഇങ്ങനെ തേയാൻ പിന്നെ ചെന്ന് കയറുന്ന എന്തിനാ? കഴിഞ്ഞ പ്രാവശ്യം ഒരു കസേര പോലും വലിച്ചിട്ടാരും കൊടുക്കാതെ കൊച്ചിനെ എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ നിന്നതിൻ്റെ ക്ഷീണം മാറ്റാനും കണ്ട് ചെന്ന് കയറി കൊടുത്തതാ. ഇപ്പം അതാ ഇരട്ടി ക്ഷീണമായി. കുഞ്ഞാവേ ശിവൻകുട്ടി അദ്ദേഹത്തിന് 3ാം സമ്മാനം വാങ്ങിച്ചു കൊടുത്തിട്ടേ കുഞ്ഞാവെ അടങ്ങാവുള്ളൂ കേട്ടോ. ഭഗവാനെ, മാളിക മുകളേറിയ മേയറുടെ കണ്ണിൽ കണ്ണട തൂക്കുന്നതും സഖാക്കൾ. നാട്ടുകാരും ഇനി ബഹുമാനിക്കുമെന്ന് തോന്നുന്നില്ല ആര്യ ചേച്ചി. പണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ IPS സ്വപ്നമില്ലേ, അതിനെ ഒന്ന് പൊടി തട്ടിയെടുക്ക്. കണക്കിന് 0 നിന്ന് എങ്ങനെങ്കിലും ഒരു 10 മാർക്കിലേക്ക് എത്താൻ സാധിച്ചാൽ ചിലപ്പം ആ IPS എന്നുള്ള സ്വപ്നം അത് പൂവണിഞ്ഞെന്ന് വരാം. എങ്കിൽ ആളുകൾ സല്യൂട്ട് ചെയ്യും. ഇനി അതേ മാർഗമുള്ളൂ. നേരെ ചൊവ്വെ ഭരിച്ചിരുന്നെങ്കിൽ പാർട്ടി തന്നെ എഴുതി തന്നേനെ ഒരു IPS. ഞങ്ങൾക്ക് ഏതായാലും അത് കാണേണ്ടി വന്നില്ല. എന്നാലും ശിവൻകുട്ടിയണ്ണൻ കണ്ട ഭാവം പോലും നടിക്കുന്നില്ലല്ലോ ചേച്ചി. എൻ്റെ പൊന്നു കുഞ്ഞാവേ, ഇതിനേക്കാൾ ഭേദം ഞാൻ പറയുന്നില്ല. ഇനി അത് ചെയ്തിട്ട് വേണം എൻ്റെ പേര് കേസ് വരാൻ. പഴകിയ മേയറും അല്ല, ഇത് പൂത്തുപോയ മേയറാണല്ലോ. ഇത്ര പെട്ടെന്ന് പൂത്ത് പണ്ടാരോടങ്ങുമെന്ന് ആരറിഞ്ഞ്? 5 വർഷം ഒരു കോർപ്പറേഷൻ ഭരിച്ച മേയറുടെ അവസ്ഥ. അഹങ്കാരം എന്ന വാക്കിനുണ്ടല്ലോ ഭയങ്കര കനവ, ഭയങ്കര എഫക്റ്റ് അതിന്. അമ്പമ്പോ എന്തൊക്കെ ഷോ ആയിരുന്നു. ബോർഡ് വെച്ച ഇന്നോവ കാറിൻ്റെ ഡോറ് വലിച്ചടയ്ക്കുന്നു. എൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞെങ്കിൽ പറയണേ. ആരും ഇപ്പോൾ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുക്കുന്നുണ്ട് ട്രോളാൻ, സഹതാപം കൊണ്ട്, പുച്ഛം കൊണ്ടാണ് ആളുകൾ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ഇപ്പം കനമുള്ളതൊന്നും കയ്യിലില്ല, എല്ലാം പോയി. ആരുമില്ലാത്തവർക്ക് അഭയം നൽകും
കാരുണ്യമെന്നിൽ ചൊരിയണമേ. പാട്, ശിവൻകുട്ടി അണ്ണൻ്റെ കാതിൻ്റെ ചോട്ടിൽ നിന്നൊന്ന് പാടി നോക്ക്. അവർക്കെല്ലാവർക്കും ഇപ്പം തിമിരം ബാധിച്ചിരിക്കുക കുഞ്ഞാവേ. നിങ്ങളെപ്പോലുള്ള ആളുകളെ ഒന്നും അവർക്ക് കുറച്ച് നാളത്തേക്ക് ഇനി കാണാൻ പറ്റൂല. കണ്ടാലും തിരിച്ചറിയാൻ പറ്റൂല, തിരിച്ചറിഞ്ഞാലും മിണ്ടാൻ പറ്റൂല. അതാ അവസ്ഥ. പണ്ട് അടയും ചക്കരയായിരുന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കസേരയാണ് മകളെ പ്രധാനം. ഇപ്പം മനസ്സിലായല്ലോ, അത്രേ ഉള്ളു. അതുകൊണ്ട് കസേര കയറി ഇരിക്കുന്ന കാലത്ത് ജനങ്ങളോട് മനുഷ്യരോട് ഇടപെടുന്ന പോലെ ഇടപെട്ട അത്യാവശ്യം ഒരു പരിഗണന നാട്ടിലോട്ട് ഇറങ്ങുമ്പോഴെങ്കിലും കിട്ടും. അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു ജീവി ഉണ്ടല്ലോ, അതിൻ്റെ വില പോലും കിട്ടില്ല. പക്ഷെ തൊലിക്കട്ടി അപാരം തന്നെ. ഒരിക്കൽ കിട്ടിയ അവഗണനയുടെ ആ ക്ഷീണം മാറുന്നതിന് മുമ്പ് അടുത്ത അവഗണന ഏറ്റുവാങ്ങാൻ വേണ്ടി ജീപ്പ് വലിഞ്ഞു കയറാൻ നോക്കുന്ന ഒരു ഇത്, ഓ. ശിവൻകുട്ടി അദ്ദേഹം എങ്ങാനും ചരിഞ്ഞ് നോക്കിയ ഇവളുടെ മുഖം കണ്ടൊന്ന് ചിരിക്കുകയും വേണം. ചിരിച്ചാൽ അത് പണിയാവും. അതുകൊണ്ട് സൈഡിലോട്ട് പോലും നോക്കുന്നില്ല. അങ്ങേർക്ക് കിട്ടുന്ന ബൊക്കയും ചെണ്ടും മാലയും കല്ലും ചെരുപ്പും ചീമൊട്ടയൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരാള്, അസിസ്റ്റന്റ് ബാക്കി നിന്നോ. 5-6 പേരുടെ ക്യാമറയിൽ കിട്ടുമല്ലോ. അന്ന് സ്റ്റേജിൽ കയറാൻ പറ്റാത്ത ക്ഷീണം തീർക്കാനല്ലേ ഇന്ന് വണ്ടിയിൽ കുറച്ച് നേരം കറങ്ങ്. മുൻകുഞ്ഞാവെ, എന്തിനാണ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളും കിട്ടുമ്പോൾ എടുത്തിട്ട് പെരുമാറുന്നതെന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം ചില്ലറ പ്രകടനമല്ല കസേരയിൽ ഇരുന്നപ്പോൾ കാഴ്ചവെച്ച്. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് ഒക്കെ നാട്ടുകാർ മുതലെടുക്കും. ഞങ്ങളെല്ലാവരും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തും. ഇനിയും ഇങ്ങനെയുള്ള അവഗണനകൾ കിട്ടും, ഇനിയും ഇങ്ങനെ കോമാളിയാകും. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടും. ഇങ്ങനെ എടുത്തിട്ട് പെരുമാറുകയും ചെയ്യും. ആർക്കെങ്കിലും ഇങ്ങനെ കുഞ്ഞാവെ അധിക്ഷേപിക്കുന്നതായിട്ട് തോന്നുകയോ അധിക്ഷേപിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. നിങ്ങളൊന്ന് കരയണേ, എനിക്കൊന്ന് വായിക്കണം.